ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞുതരാൻ പോകുന്ന കഥ ഒരു രാജകുമാരിയുടേതാണ്. പണ്ട് പണ്ടൊരു രാജ്യത്തൊരു രാജകുമാരി ജീവിച്ചിരുന്നു. രാജാവിൻ്റെ ഒരേ ഒരു മകളായിരുന്നു ഈ രാജകുമാരി. കൊട്ടാരത്തിലെ എല്ലാവർക്കും രാജകുമാരിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സുന്ദരിയായ രാജകുമാരിയെ കാണാൻ വേണ്ടി ആ നാട്ടിലെ ജനങ്ങളെല്ലാം രാവിലെ തന്നെ കൊട്ടാരത്തിൽ വരും. അത്രയും ചന്തമാണ് രാജകുമാരിയെ കാണാൻ. അങ്ങനെ ഇരിക്കെ രാജകുമാരിക്ക് ഒരു മാല പണിതു കൊടുക്കാൻ ആ രാജ്യത്തെ തട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരു സുന്ദരമായ മാലയുമായി വയസ്സായ ഈ തട്ടാൻ രാജകൊട്ടാരത്തിൽ എത്തി. രാജകുമാരിക്ക് അത് കൊടുത്തു. അപ്പോ ഈ തട്ടാൻ പറഞ്ഞു, ഹേ രാജകുമാരി, എനിക്കിത് ദേവത തന്നതാണ്. പക്ഷെ ആ ദേവത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ മാല പൊട്ടിയാൽ പിന്നെ ഒരിക്കലും കോർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് പൊട്ടാതെ നോക്കണം കേട്ടോ. ഈ തട്ടാൻ ഈ മാല കൊടുക്കാൻ കാരണം എന്താണെന്നറിയാമോ? തട്ടാന് കുറേ പൈസയ്ക്ക് ആവശ്യം വന്നു. ഇപ്പം മനസ്സോടെയാണ് പൈസയ്ക്ക് വേണ്ടി തട്ടാൻ ഈ മാല രാജകുമാരിക്ക് കൊടുത്തത്. രാജാവിന് സന്തോഷമായി. രാജാവ് ഇഷ്ടം പോലെ പൈസയൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു ദിവസം രാജകുമാരിക്ക് കാട്ടിൽ ഒരു കുളമുണ്ട്, അതിൽ കുളിക്കണമെന്ന് തോന്നി. തോഴിമാരെയൊക്കെ വിളിച്ചു കൊണ്ടുപോയി രാജകുമാരി കാട്ടിലെ കുളത്തിൽ നീന്തി തുടിച്ച് കളിച്ചു. പക്ഷേ ഈ മാല അഴിച്ചു വെക്കാൻ മറന്നുപോയി. നീന്തി നീന്തി ഇങ്ങനെ കളിക്കുമ്പോൾ മാല പൊട്ടിപ്പോയി. എങ്ങനെയൊക്കെയോ തോഴിമാര് ആ മാലയുടെ മുത്തുകളെ പെറുക്കിയെടുത്തു. കരയിൽ വെച്ചിട്ടാട്ടോ പൊട്ടിയത്. വെള്ളത്തിൽ നീന്തുമ്പോൾ പൊട്ടിയപ്പോൾ രാജകുമാരി ഇങ്ങനെ പിടിച്ചു. അതുകൊണ്ട് മുത്തുകളൊന്നും താഴെ പോയില്ല. കുറച്ച് മുത്തുകളൊക്കെ കരയിൽ വന്ന് താഴെ വീണു. അതൊക്കെ രാജകുമാരിയുടെ തോഴിമാർ പെറുക്കി കൊടുത്തു. അങ്ങനെ രാജകുമാരിയുടെ മാല പൊട്ടിയതും രാജകുമാരി കരയാൻ തുടങ്ങി. എത്ര ഭംഗിയാണെന്നോ ആ മാല കഴുത്തിലിട്ടാൽ രാജകുമാരിക്ക്. ഇത്രയും വിലപിടിച്ച ഇത്രയും പ്രധാനപ്പെട്ട ഒരു മാലയെ പൊട്ടിച്ചില്ലേ, ശ്രദ്ധിക്കാതെ പൊട്ടിപ്പോയില്ലേ. മറവി കാരണം രാജകുമാരി പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ആരോടും മിണ്ടിയില്ല. എല്ലാ പ്രജകൾക്കും സങ്കടമായിട്ടോ. അങ്ങനെ ഇരിക്കെ ഈ തട്ടാനെ വിളിക്കാൻ രാജാവ് ഉത്തരവിട്ടു. തട്ടാൻ പതുക്കെ വന്നു. എന്തു പറ്റി? മാല പൊട്ടി. മാല പൊട്ടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇനി എന്തു ചെയ്യും? ഒരു ഐഡിയ ഉണ്ട്, ഞാൻ കൊണ്ടുപോയി നോക്കട്ടെ. തട്ടാൻ ആ മാലയും കൊണ്ട് വീട്ടിലേക്ക് പോയി. തട്ടാൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ, ഈ മാല കോർത്തു കഴിഞ്ഞാൽ ഞാൻ മരിക്കുമെന്നാണ് ദേവത പറഞ്ഞിട്ടുള്ളത്. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മക്കൾക്ക് ആരാണ് ഉണ്ടാവുക? അതുകൊണ്ട് ഇതൊരിക്കലും കോർക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഞാൻ എന്തു ചെയ്യും? തട്ടാൻ ഇങ്ങനെ അതീവ ദുഃഖിതനായിരുന്നു. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പം തട്ടാൻ ഒരു ചെറിയ മകനുണ്ട്. ഈ മകൻ എന്തു പറഞ്ഞെന്നറിയാമോ? അച്ഛാ, ഈ മാല ഞാൻ കോർക്കട്ടെ? വേണ്ട മോനെ, ആര് കോർത്താലും മരിച്ചു പോവും. അപ്പം അവനൊരു സൂത്രം പറഞ്ഞു. അച്ഛനൊരു കാര്യം ചെയ്യേ, ഈ മുത്തുകളിലെല്ലാം നമുക്ക് തേനൊഴിക്കാം. എന്നിട്ടൊരു നൂല് ഈ മുത്തുകളുടെ ദ്വാരത്തിൻ്റെ അടുത്ത് വെക്കാം. അതെന്തിനാ? തട്ടാൻ ചോദിച്ചു. അതൊക്കെ ഒരു സൂത്രമുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാം. തട്ടാൻ വേഗം ഈ മുത്തുകളെല്ലാം നേരെ വെച്ചു, ഒരു വരി പോലെ വെച്ചു. എന്നിട്ട് അതിൻ്റെ അടുത്തൊരു നൂലും വെച്ചു, മാലയ്ക്ക് ആവശ്യമുള്ള നൂലും വെച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ വലിയ വലിയ കട്ടുറുമ്പുകൾ ഈ തേന് മധുരം കണ്ട് അത് കഴിക്കാൻ വേണ്ടി വരി വരിയായി വന്നു. എന്നിട്ട് ഈ നൂല് ഒരു ഉറുമ്പിൻ്റെ കാലിൽ ഒട്ടിപ്പിടിച്ചു. ഉറുമ്പ് ഈ മുത്തുകളുടെ ഓട്ടയിൽ കൂടെ പോയി എല്ലാ മുത്തുകളുടെയും ഓട്ടകളിൽ കൂടി നടന്നു വന്നു. അതിനനുസരിച്ച് നൂലും അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നു. അങ്ങനെ ആ മാല കോർത്തു. ഈ മകൻ ആ ഉറുമ്പുകളെല്ലാം തട്ടിക്കളഞ്ഞ് ആ മാല കോർത്ത് കെട്ടിയതും ആ മാല ഭയങ്കര സുന്ദരമായ മാലയായി. അപ്പം ആർക്കാണോ ഈ മാല കൊടുത്തത്, ഈ മാല കോർക്കുന്ന നേരം അയാൾ മരിക്കുന്നതാണ്. തട്ടാൻ മരിച്ചു വീണു. മകന് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഈ മാലയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് അവൻ ഓടിച്ചെന്നു.
രാജാവേ രാജാവേ, രാജകുമാരിയുടെ മാല ഇതാ കോർത്തിരിക്കുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ദേവത അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. രാജകുമാരന് ഭയങ്കര സങ്കടം വന്നു. രാജാവിനും സങ്കടം വന്നു, രാജകുമാരിക്കും സങ്കടം വന്നു. അങ്ങനെ ഈ തട്ടാൻ്റെ മകന് രാജകുമാരിയെ ആങ്ങളച്ചക്കനായ രാജകുമാരൻ കല്യാണം കഴിച്ചു കൊടുത്തു. ആ കൊട്ടാരത്തിൻ്റെ കുറേ സ്വത്തുക്കളും കൊടുത്തു. അതിനുശേഷം രാജകുമാരി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഹേ ദേവതേ, എനിക്ക് വേണ്ടി മരിച്ചുപോയ ആ പാവം മനുഷ്യനെ ആ മനുഷ്യനെ ഒന്ന് വീണ്ടും ജീവൻ കൊടുക്കുമോ എന്ന് രാജകുമാരി പ്രാർത്ഥിച്ചു. ദേവത പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞതൊക്കെ ധിക്കരിച്ചതിന് കൊടുത്ത ശിക്ഷയാണത്. എന്തായാലും ആ മനുഷ്യൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളെല്ലാവരും പറഞ്ഞതനുസരിച്ച് ഞാൻ അദ്ദേഹത്തിന് ജീവൻ കൊടുക്കാം. അങ്ങനെ ദേവത ആ തട്ടാന് ജീവൻ കൊടുത്തു. അങ്ങനെ ആ തട്ടാനും മകനും രാജകുമാരിയും രാജാവും അദ്ദേഹത്തിൻ്റെ മകനായ രാജകുമാരനും ആ കൊട്ടാരത്തിൽ കുറേ കാലം സന്തോഷത്തോടു കൂടി ജീവിച്ചു. കൂട്ടുകാർക്ക് എന്താണ് ഈ കഥയിൽ നിന്നും മനസ്സിലായ ഗുണപാഠം? നമ്മൾക്ക് അത്രയും കാര്യമായി തന്ന സാധനങ്ങൾ അതുപോലെ നമ്മൾ സൂക്ഷിക്കണം. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചർമാ.